ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ ആരോപണ വിധേയരായ എംഎസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിൽ വീണ്ടും ലൈവ് വീഡിയോ. എംഎസ് സൊല്യൂഷൻസ് സിഇഒ ഷുഹൈബാണ് കെമിസ്ട്രി ക്ലാസിന്റെ ലൈവ് ചെയ്തത്. അന്വേഷണം നേരിടുന്ന സാഹചര്യത്തിലാണ് ഷുഹൈബ് വീണ്ടും ലൈവിലെത്തിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾക്കെതിരെയും ലൈവിൽ ഷുഹൈബ് പരിഹസിക്കുന്നുണ്ട്. എംഎസ് സൊല്യൂഷൻസ് പുതിയ 2 യൂട്യൂബ് ചാനലുകൾ കൂടി തുടങ്ങുമെന്ന പ്രഖ്യാപനത്തിനൊപ്പം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തെ നേരിടുമെന്നും ഷുഹൈബ് ലൈവിൽ പറഞ്ഞു. ആ ലൈവിന്റെ ചില പ്രശസ്ത ഭാഗങ്ങൾ കൂടി കണ്ടുവരാം. നമ്മുടെ തത്സമയം യൂട്യൂബ് ചാനലുകളിൽ നിന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകളാണ്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നമ്മുടെ മലയാളം സെക്കൻഡിൽ പറഞ്ഞതുപോലെ തന്നെ ബൈറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് മാധ്യമങ്ങളെയാണെന്ന് പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും എംഎസ് സൊല്യൂഷൻ ചാനൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കൊരു മൗനം പാലിക്കേണ്ടതുണ്ട്, നിശബ്ദത പാലിക്കേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് എന്തെന്നില്ലാത്ത സങ്കടങ്ങളിലേക്ക് വീണുപോയി. കാരണം ചെയ്യാത്ത തെറ്റുകൾക്ക് വേണ്ടി നമ്മൾ ഇരകളായി മാറുമ്പോൾ തീർച്ചയായിട്ടും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ കുത്തക അഴിഞ്ഞാട്ടത്തിലായിരുന്നു എംഎസ് സൊല്യൂഷൻ ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, വാർത്തകളിൽ കാണുന്നതല്ല സത്യം. അത് തെളിയിക്കാൻ കൃത്യമായിട്ടുള്ള വിദഗ്ധരെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും ഏൽപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഫൈനൽ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നറിയാം. എന്തായാലും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് തന്നെ വലിയ അപമാനമായി ഈ സംഭവം മാറുകയാണ്. സംസ്ഥാനത്തെ പരീക്ഷാ സമ്പ്രദായങ്ങളിലെ വിശ്വാസത്തെ കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. വിഷയം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 6-അംഗ സമിതി അന്വേഷിക്കുമെന്നാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണം. ചോദ്യപേപ്പർ വിതരണത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകും. പോലീസും വിദ്യാഭ്യാസ വകുപ്പും വിഷയം അന്വേഷിക്കുന്നുണ്ട്. സർക്കാർ അധ്യാപകർ പ്രൈവറ്റ് ട്യൂഷൻ സെന്ററുകളിൽ പഠിപ്പിക്കുന്നതിനെ കുറിച്ചും വിശദമായി തന്നെ അന്വേഷിക്കും. എംഎസ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനൽ സകല അതിരുകളും ലംഘിച്ചുവെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. 8, 9, 10, 11 ക്ലാസ്സുകളിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളിലെ മാതൃക അതേപടി യൂട്യൂബ് ചാനലിൽ വന്നെന്നാണ് കണ്ടെത്തൽ. പരീക്ഷയുടെ തലേ ദിവസം യൂട്യൂബ് ചാനലിൽ വന്ന ചോദ്യങ്ങളിലെ മാതൃക നിരവധി വിദ്യാർത്ഥികളാണ് കണ്ടത്. ഈ മാതൃക ആരോ ചോർത്തി നൽകിയതാണെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തൽ. ഈ ഒരു ചോദ്യപേപ്പറിലെ മാതൃകകൾ യൂട്യൂബ് ചാനൽ വരുമ്പോഴും അതൊരു പ്രവചനമാണെന്ന നിലയ്ക്കാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഇക്കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്. എന്നാൽ ഇത് ആര് നടത്തിയെന്നും ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയും കുറ്റക്കാരെയും കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ DGPക്ക് പരാതി നൽകിയത്. ഈ പരാതിയിന്മേൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്യുക. നിലവിൽ താമരശ്ശേരിയിലടക്കം ലോക്കൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ചായിരിക്കും ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉണ്ടാവുക. നൊട്ടോറിയസ് പ്രശസ്തിയാണ് പ്രതികൾക്ക് ഇതിലൂടെ ലഭിക്കുക. വിഷയം അതീവ ഗൗരവമായി കാണും. ചില വിഷയങ്ങളിലെ പേപ്പറുകളാണ് കൂടുതൽ പുറത്തു പോകുന്നത്. ആ വിഷയങ്ങളിലെ അധ്യാപകരുടെ താല്പര്യം എന്തെന്ന് പരിശോധിക്കണം. സംസ്ഥാന സർക്കാരിന്റെ മെച്ചപ്പെട്ട ശമ്പളം വാങ്ങി കുട്ടികളെ പഠിപ്പിക്കേണ്ടവർ ഈ നിലയിൽ സ്വകാര്യ കച്ചവട കമ്പനികളുമായി ബന്ധപ്പെട്ട് വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചാൽ വെച്ചു പൊറുപ്പിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന DGPക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. പരീക്ഷ നടത്തിപ്പിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. വിഷയം ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും. തയ്യാറാക്കുന്നവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ ചോദ്യപേപ്പർ പുറത്തു പോകില്ലെന്നും മന്ത്രി പറഞ്ഞു. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം ശക്തമായി നടക്കുമെന്ന് തന്നെയാണ് ഈ ഒരു ചോദ്യപേപ്പർ വിവാദത്തിൽ പ്രതീക്ഷിക്കുന്നത്. ചോദ്യങ്ങളുടെ മാതൃക എംഎസ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലാണ് പരീക്ഷയുടെ തലേന്ന് അപ്ലോഡ് ചെയ്തത്. എങ്ങനെ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ ഇവർക്ക് കിട്ടി എന്നതിൽ നിലവിൽ ഒരു വ്യക്തതയില്ല. മാത്രമല്ല 10,000-ലധികം ആളുകൾ ഈ വീഡിയോ കണ്ടിട്ടുമുണ്ട്. എന്തായാലും സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതിയുടെ ഭാഗത്തു നിന്നും ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.